മാഷ് സ്പൈസി ഡിലൈറ്റ്സ്. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നെയ്പത്തൽ അഥവാ പൊരിച്ച പത്തിരി എന്നൊക്കെ നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് പറയും. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നെയ്പത്തൽ അല്ലെങ്കിൽ പൊരിച്ച പത്തിരി തയ്യാറാക്കാമെന്ന്. മിക്സിയുടെ ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങയും 5 ചെറിയ ഉള്ളിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും എന്നുവെച്ചാൽ നല്ല ജീരകം, ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് അരിപ്പൊടി ഒന്ന് വാട്ടണം. അതിന് വേണ്ടിയിട്ട് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടി 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കണം. ഓൾറെഡി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴച്ച് എടുക്കാം. ചെറിയൊരു ചൂടുണ്ട്. ഈ ഒരു ചൂടിൽ തന്നെ കുഴച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ ഡോ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഇനി പരത്തിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഷീറ്റാണ് എടുത്തിരിക്കുന്നത്, പ്ലാസ്റ്റിക് ഷീറ്റ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഒരു ബോൾ എടുത്ത് പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ചിങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് അതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ റോളിംഗ് പിൻ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു നമ്മുടെ വട്ട പാത്രമാണ് എടുത്തിരിക്കുന്നത്. ആ പാത്രത്തിൽ നല്ല റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള മാവ് മാറ്റി വയ്ക്കാം. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, കാണുന്നില്ലേ നിങ്ങൾക്ക്? ഇതുപോലെ ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. എണ്ണ ഞാൻ ഓൾറെഡി ചൂടാക്കാൻ വെച്ചിരുന്നു. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ ഓൾറെഡി പരത്തി വെച്ചിരിക്കുന്ന പത്തിരി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു ഇട്ടതിങ്ങനെ വേവിച്ചെടുക്കാം. അങ്ങനെ പത്തിരി പൊരിച്ചത് അല്ലെങ്കിൽ നെയ്പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ ഇനിയും കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.